ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. പിന്നെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായത് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി പോകാൻ നിൽക്കണ്. അപ്പോൾ എന്താണ് കുഞ്ഞുങ്ങൾക്ക് ഒഴിവുണ്ടാകുമ്പോൾ പോകാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഓട്ടോറിക്ഷ ഒന്ന് വിളിക്കണ്ടല്ലോ, അതിനെ പോയിട്ട് വരാൻ വിചാരിച്ച്. അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാണ് കേട്ടോ അങ്ങനെ പോയത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി. അവിടെ എത്തി ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയി നല്ല വത്തക്ക ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഉണ്ണിയപ്പമൊക്കെ തിന്ന് പിന്നെ അവർ ചിക്കൻ കൊണ്ട് എന്തോ ഒരു അടിപൊളി പലഹാരമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്ന് ഞങ്ങൾ പിന്നെ അവിടുത്തെ അവരുടെ വീടിൻ്റെ മുകളിലുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ വത്തക്ക വള്ളിയൊക്കെ ഉണ്ടായിക്കണം. പിന്നെ അതിന് വത്തക്കൊക്കെ കായ്ച്ചിട്ടുണ്ടോ, കുറേ വത്തക്ക കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വലുതായി കിട്ടിയാൽ നല്ല രസമാണ്. ഇതാവണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വത്തക്ക കായ്ച്ചത് കണ്ട് പിന്നെ ഒരുപാട് പുതിനയിലൊക്കെ ഉണ്ടായിക്കണം കേട്ടോ. പിന്നെ ഒരു മറ്റുണ്ടാക്കിയ തക്കാളി, മുളക് തൈ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അവരുണ്ടാക്കിയത് ഉണ്ടാണില്ല. വത്തക്കൻ്റെ കായ് കുറേ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങളവിടെ കുറേ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഉംറക്ക് പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവൾ ഉംറക്ക് പോയിട്ടുണ്ട്. റാഹത്തായിട്ട് വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര സന്തോഷം. അവൾ ഒരുപാട് അവളെ ഒരു ആഗ്രഹിക്കുന്നു കേട്ടോ. നമുക്കൊക്കെ ആഗ്രഹങ്ങൾ അല്ലാതെ നിറവേറ്റി തെറ്റാം, പക്ഷെ അവളെപ്പോഴും പറയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അത് സഫലമായി. അങ്ങനെ അവൾ പോയിട്ടുണ്ട്. നല്ല വളരെ ഹാപ്പിയാണ്. പിന്നെ അതാ അപ്പോൾ അവിടെയുള്ള ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുരട് എവിടെ ചോദിച്ചപ്പോൾ കിണറ്റിൻ്റെ മതിലിൻ്റെ ഉള്ളിൽ നിന്നോ അവിടെ നിന്നോ മുളച്ച് വന്നൊരു ഇതിൻ്റെ എന്താ പറയുക സർവത്തങ്കായൻ്റെ വള്ളി കേട്ടോ. അപ്പോൾ ഞങ്ങളതിങ്ങനെ പറയാം കേട്ടോ. ആ കിണറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മുളച്ച് വന്നിട്ട് വാർപ്പിൻ്റെ മുകളിലെത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അള്ളാഹു വിചാരിച്ചാൽ എവിടെ വേണമെങ്കിലും എന്തോ ഇതാവാനുള്ളതിനൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. അപ്പോൾ ആ കിണറ്റിനുള്ളിൽ നിന്ന് അങ്ങനെ കയറി വന്നിട്ട് കേട്ടോ വാർപ്പിൻ്റെ മേലേക്ക്. പിന്നെ ഇതാ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നമ്മളെ മുറിക്കൂട്ടി പറഞ്ഞൊരു മരുന്നുണ്ടല്ലോ, അത് കുറച്ചൊന്ന് എടുത്തു. പിന്നെ കറ്റാർവാഴയുണ്ട്. അപ്പോൾ ഈ ആടിനൊക്കെ മുറിയായ വെച്ച് കൊടുക്കുന്നവർ. അപ്പോൾ നമ്മൾ അനൂസ് ഉണ്ടായ ഒരു ദിവസം എന്താണ് അയൽ പൊട്ടിച്ചാടിയിട്ടാണ് മിന്നും കൂടെ വീട്ടുക. അയലും വന്ന് അയൽ പൊട്ടിക്കാണ് രണ്ടാളായി ഊഞ്ഞാലാടിയതാണ്. അല്ല മിന്നുട്ടിക്കൊന്നും പറ്റില്ല, പക്ഷേ അനൂസിൻ്റെ തല പൊട്ടി മുറിയായൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മുറിക്കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിയിട്ടോ. ഒരുപാട് വീടുകളിൽ ഓടി പാഞ്ഞ് നടന്നിട്ട് അന്ന് മഗ്‌രിബിൻ്റെ ടൈം അതിന്. എന്നിട്ട് ഏതൊരു വീട്ടിൽ പോയിട്ട് അത് കൊടുന്ന് അത് തേച്ചിട്ട് പിന്നെ അങ്ങനെ മാറിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. അന്ന് ഈ മുറിക്കൂട്ടി നല്ലൊരു മരുന്നാണല്ലോ. അപ്പോൾ അവളെ എൻ്റെ കൂട്ടുകാരിൻ്റെ അമ്മ എനിക്ക് ആ മരുന്നൊക്കെ എടുത്ത് തന്നിട്ട് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിക്കാളാ എന്നൊക്കെ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോന്ന് മാങ്ങൊക്കെ എടുത്ത് തന്ന്. പിന്നെ എന്നോടിങ്ങനെ ചക്കൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാത്രിയാണ് സംഭവം എന്നാലും. അപ്പോൾ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ പോന്നപ്പോൾ ഞങ്ങൾ കുറേ ടൈം അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ റോട്ടിലേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട് റോഡ് വരെ വന്നു കേട്ടോ അവർ. അപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ അവിടെ പോയിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോന്നു കേട്ടോ. പിന്നെ ഒരുപാട് സംസാരിച്ച് മക്കളൊക്കെ ഭയങ്കര. അപ്പോൾ അങ്ങനെ അതാ നമ്മളെ വണ്ടി കയറുന്നിടത്തേക്ക് ആക്കിത്തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം വിൽക്കാണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മളെ സ്ഥലമൊക്കെ അങ്ങനെ കണ്ടിട്ട് അവിടെ പിന്നെ എന്താ പറയുക നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കഴിയണം വാങ്ങാനൊക്കെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്ന് പിന്നെ കുറേ സംസാരിച്ച് നല്ല റാഹത്തായിട്ട് സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കും തന്നെ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം അവിടുത്തെ കുട്ടികളൊക്കെ നമ്മൾ മിന്നുട്ടിൻ്റെ ക്ലാസ്സിലാണ് ഒരു കുട്ടി, നമ്മളെ അനുവിൻ്റെ ക്ലാസ്സിലാണ് ഒരു കുട്ടി. അപ്പോൾ ഓലൊക്കെ കൂട്ടുകാരത്തിയാളും കൂട്ടുകാരന്മാരൊക്കെയാണ് കേട്ടത്. അപ്പോൾ അവർ അവിടെ പോയിരുന്നേക്കണ ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ മിന്നുട്ടി ഓളെ വീട്ടിലേക്കും വിരുന്നോവാൻ കരച്ചിലുണ്ട്. അവൾ ഇങ്ങോട്ട് വരാനും കരയും കേട്ടോ. രണ്ടാളും ഭയങ്കര കൂട്ടുകാരികളാട്ടോ. അപ്പോൾ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നോണം കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയും കേട്ടോ. മിന്നുട്ട് എപ്പോഴും കരയും. ഞാൻ മദ്രസ വിട്ടിട്ട് അവിടെ ഇറങ്ങും. പിന്നെ എന്നിട്ട് ഞാൻ വൈകുന്നേരം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കരയും കേട്ടോ. ഇടയ്ക്കൊക്കെ ഉള്ള
എന്താണ് അപ്പോൾ അവൾക്ക് വിരുന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ പറയുകയാണ്, ഞാനൊരു ദിവസം എന്നെ കൊണ്ടുപോകുന്നുണ്ട്, എന്നിട്ട് ഇജ്ജ് വരുകൊണ്ട് ഇട്ടാ ഞങ്ങൾക്ക് കളിക്കുക അവിടെ വന്നിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ മിന്നുട്ടിക്ക് പിന്നെ അങ്ങനെയാണ്, എടുക്കും ഇല്ലാത്തത് കൊണ്ട് ആരൊക്കെ കൂട്ടുകാരികൾ അവരൊക്കെ നമ്മളെ കുടുംബക്കാരാണ് കേട്ടോ അവളെ മനസ്സിൽ. അപ്പോൾ ഞാൻ പറയും അവരൊക്കെ നമ്മളെ കുടുംബക്കാർ തന്നെയാണ് പറയൂ കേട്ടോ. അവൾക്ക് അങ്ങനെയാണ് ഇപ്പോഴും, അങ്ങനെ ഓരോരോ ചിന്തകളാണ് കേട്ടോ. അപ്പോൾ മിന്നുട്ടിക്ക് അവിടെ കളിച്ചിട്ട് പൂതി ഇട്ടിട്ടില്ല കേട്ടോ, അവിടെ തന്നെ നിൽക്കണം. പിന്നെ ഒരു സുഖം തന്നിട്ടില്ല കേട്ടോ. പിറ്റേന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അവളെ വീട്ടിലേക്ക് പോവുകയാണ്, അവളെ ഉമ്മച്ചി അവിടെ ഇല്ലല്ലോ, അവളെ ഉമ്മച്ചി ഉമ്രക്ക് പോയില്ല, അതുകൊണ്ട് ഞാനിനി അവളെ വീട്ടിൽ പോയി കെട്ടമ്മ, അവൾക്ക് കൂടെ കളിക്കാൻ അവൾക്ക് സങ്കടമൊക്കെ ആവില്ല എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഭയങ്കര കരച്ചിലേന് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെ കുറേ ആയിരുന്നു പോകണം വിചാരിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഉംറയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവളെ കാണാൻ പോകണം. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരികളാണ് കേട്ടോ. എന്ത് വിഷമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന ഭയങ്കര ഫ്രണ്ട്സുകളാണ് കേട്ടോ. പിന്നെ അവൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും വിളിച്ചാൽ എനിക്ക് കുറേ സമാധാനത്തോടെ നമുക്ക് സമാധാനമാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിന് സമാധാനം വരുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അത്രയും നല്ലൊരു കൂട്ടുകാരിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മളെല്ലാ ഫ്രണ്ട്സുകളും അങ്ങനെ ആവില്ലല്ലോ, പിന്നെ ചിലരെല്ലാം അങ്ങനെ ആവുമല്ലോ. അപ്പോൾ ഞാനും അവളങ്ങനെ കേട്ടോ, ഓരോ വിഷമങ്ങൾ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് പറയും, കാര്യങ്ങളൊക്കെ സംസാരിക്കണ ഭയങ്കര ഒരു ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ എന്താ ഇതൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ മിന്നുട്ടിക്ക് അവളെ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ ഒരാഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് അങ്ങനെ ചോദിക്കുക ചേട്ടൻ, എന്നിട്ട് വീട്ടിൽ നിന്നിട്ട് പറഞ്ഞ് എനിക്കിന്ന് അവിടെ നിന്നാൽ മതിയേന്, ഇങ്ങോട്ട് ചീത്ത പറിച്ചിട്ടേനു എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനിതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് കടപ്പുറത്ത് നിന്നിട്ടാണ്, ഞങ്ങൾ കടപ്പുറത്തേക്ക് വന്നതേന്.